വിഷമിക്കാതെ. കിരണിന് ഒരു പെണ്ണിനെ നീ തന്നെ കണ്ടുപിടിച്ചു. അമ്മ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രോഹിതിന് എന്റെ ഇഷ്ടം അനുസരിച്ച് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണമെന്ന്. പക്ഷേ ഇപ്പൊ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയല്ലോ അമ്മേ. കവിത ഈ വീടിനു വേണ്ടി എപ്പോഴൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അതൊക്കെ ഗുണമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ രാധിക എല്ലാ കാര്യങ്ങളും ഹൃദയം പറയുന്നതല്ല, വല്ലപ്പോഴും ബുദ്ധി പറയുന്നതും കേൾക്കണം. മനസ്സിലായോ? ഓ, നിനക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ. കാര്യം അതൊന്നും അല്ല. കാര്യം എന്താണെന്ന് വെച്ചാല് നിനക്ക് രോഹിത്തിന്റെ കല്യാണം നടന്നാ പോരെ. ഏത് പെണ്ണായാലും എന്താ, നീ ടെൻഷൻ അടിക്കാതെ. ഞാനിതൊന്ന് കണ്ടോട്ടെ. ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പോഴേ പോയി. എന്നാ നിന്റെ ഫോട്ടോ. സൃഷ്ടി, സൃഷ്ടി ഈ സമയത്ത് എവിടെ പോയി? സമയം 12:30 കഴിഞ്ഞു. പുറത്തു പോയി നോക്കട്ടെ. ഈ കരയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാനും കൂടി ഇരുന്ന് കരയാം. അമ്മ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഒരു വഴിയും കാണുന്നില്ല. മുനിസിപ്പാലിറ്റിയുടെ ബില്ല് 3 ലക്ഷം രൂപ. ഒരാഴ്ച അവർ തന്നിരിക്കുന്ന സമയം. അമ്മേ, ഒരാഴ്ചക്കുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ നമ്മുടെ സിന്ദൂര ഭാഗ്യം മാരേജ് ഹാൾ സീൽ ചെയ്യും. ഇത്രയും പണം എവിടുന്ന് സംഘടിപ്പിക്കാനാ അമ്മേ? ഇനി ആ ഹാളില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തെരുവിൽ ഇറങ്ങേണ്ടി വരില്ലേ? ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമോളെ. അദ്ദേഹം അല്ലേ ഈ കഷ്ടപ്പാട് തന്നേ. അദ്ദേഹം തന്നെ ഇതിനൊരു വഴി കാണിച്ചു തരും. അമ്മയ്ക്ക് അറിയാലോ അമ്മേ, ഈ ഹാളിന്റെ വരുമാനം കൊണ്ടല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തുന്നേ. കുട്ടികളുടെ വിദ്യാഭ്യാസം, പിന്നെ അവരുടെ രണ്ടുപേരുടെ കല്യാണം, നമ്മുടെ വീട്ടു ചെലവ്, ആഹാരം എല്ലാം അതിലൂടെയല്ലേ നടന്നിരുന്നേ. ആ വഴി ഇല്ലാതായ നമ്മൾ എന്ത് ചെയ്യും? തെരുവിലിറങ്ങേണ്ടി വരില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മേ, ഭഗവാൻ എന്തിനാ ഇങ്ങനെ പിന്നെയും പിന്നെയും പരീക്ഷിക്കുന്നെന്ന്. എല്ലാം കൊണ്ടും എന്ത് പറ്റി? അമ്മ ചുമക്കുന്നുണ്ടല്ലോ. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ഇവിടെ ഇന്ന് മുറിയിൽ വെള്ളം വെക്കാനും ഞാൻ മറന്നുപോയി. ഞാനിപ്പോ വരാം. സൃഷ്ടി അന്വേഷിച്ചിറങ്ങിയതുകൊണ്ട് സരളാൻറ്റി പറഞ്ഞതൊക്കെ കേൾക്കാൻ പറ്റി. മറ്റുള്ളവർ പറയുന്നത് ഒളിഞ്ഞു കേൾക്കുന്നത് നല്ലതല്ല. ഞാൻ അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ഒരു കാര്യം. പക്ഷെ ഒന്നാലോചിച്ചാ അവർക്കിത് വേണ്ടത് തന്നെയാ. ഞങ്ങളുടെ കയ്യിൽ പണമില്ലാന്നറിഞ്ഞിട്ടും ഞങ്ങളോട് പണം ആവശ്യപ്പെട്ടില്ലേ? എന്നിട്ടിപ്പോ സ്വയം കുരുക്കിലായി. ഇപ്പൊ ദൈവം തന്നെ അവരെ നല്ലൊരു പാഠം പഠിപ്പിച്ചില്ലേ? ഇനി അവർക്ക് നേരത്തെ തന്നെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ മറ്റു വഴികളൊന്നും കാണാത്തത് കൊണ്ട് ഞങ്ങളോട് പണം ചോദിച്ചത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, മുത്തശ്ശിക്കും അമ്മയ്ക്കും ഈ സിന്ദൂര ഭാഗ്യം ഹോൾ അത്ര പ്രധാനപ്പെട്ടതാ. ഇനി ആ ഹോൾ അവരുടെ കയ്യിൽ നിന്ന് പോയാ അവരുടെ വരുമാനം നിലച്ചു പോവില്ലേ? എന്റെ ദൈവമേ, രണ്ടുപേരും എത്ര വലിയ പ്രശ്നത്തിലാ പെട്ടിരിക്കുന്നത്. 3 ലക്ഷം അത്ര ചെറിയ തുകയൊന്നുമല്ല, ഒരു വലിയ തുകയല്ലേ. ഈ പാവങ്ങൾ അതെങ്ങനെ സംഘടിപ്പിക്കാനാ? അത് ഒരാഴ്ചക്കുള്ളില്. എന്തു തന്നെ ആയിക്കോട്ടെ, അമ്മ എങ്ങനെ വേണമെങ്കിലും ഞങ്ങളോട് പെരുമാറട്ടെ, എത്ര ആറ്റിറ്റ്യൂഡ് വേണമെങ്കിലും കാണിച്ചോട്ടെ, ഞങ്ങളോട് പൈസയും ചോദിച്ചോട്ടെ. പക്ഷെ സത്യം ഇതല്ലേ, ഇന്ന് ഞങ്ങൾക്ക് തലചായ്ക്കാനൊരിട ഉണ്ടായത് അമ്മ കാരണോ? അല്ലെങ്കിൽ ഞാനും സൃഷ്ടി ഒരു പരിചയമില്ലാത്ത ഈ വലിയ നഗരത്തിൽ ആരുടെ സഹായം തേടുമായിരുന്നു? എന്തൊക്കെയാണെങ്കിലും അവരെന്റെ അമ്മയാ. എന്റെ അമ്മ ഇത്ര വലിയ പ്രതിസന്ധിയിലാവുന്നത് എനിക്ക് സഹിക്കില്ല. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. അതെ, എനിക്കെന്റെ അമ്മയെ സഹായിച്ചേ പറ്റൂ. അതിനു വേണ്ടി എനിക്ക് എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും. അവരുടെ സ്വഭാവം ഒട്ടും നന്നല്ല. പക്ഷെ ആഹാരം എന്ത് ടേസ്റ്റ് ആയിട്ടാ ഉണ്ടാക്കണേ. അയ്യോ, എന്ത് ടേസ്റ്റാ ഭക്ഷണം. ഓ, ഞാനിത് മുഴുവൻ കഴിച്ചാൽ അവർക്ക് മനസ്സിലാവൂ ഞാനാ കഴിച്ചെന്ന്? ഇല്ലില്ല. ഈ പായസം, ഓ കശുവണ്ടി, കിസ്മിസ്, സേമിയ, എല്ലാം ഉണ്ട്. എന്റെ ഫേവറേറ്റ് എല്ലാം. മുഴുവൻ പായസം ഞാൻ തന്നെ വേണ്ട. ഒരു പാത്രം മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. അപ്പൊ അവർക്ക് മനസ്സിലായില്ലല്ലോ. കുറച്ചുകൂടെ എടുക്കാം. ഇല്ല സരള, നീ ഇങ്ങനെ ധൈര്യം കൈവിടാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് ആ സിന്ദൂരഭാഗ്യം ഹാൾ തിരികെ പിടിച്ചേ പറ്റൂ. ഇനിയും 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ വളർത്തണം, അവരുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണം. അതിനൊക്കെ പണം വേണ്ടേ? അതിനുള്ള പണം ആ ഹാളുണ്ടെങ്കിലല്ലേ സമ്പാദിക്കാനാവൂ.
എന്റെ മക്കൾക്ക് വേണ്ടി ഈ പ്രതിസന്ധി തരണം ചെയ്തേ പറ്റൂ. എന്ത് തന്നെ ചെയ്തിട്ടായാലും എന്ത് ചെയ്തും ഇത് മറികടക്കുക തന്നെ വേണം. One, 2, 3, 4, 5, 6, 7, 8, 9. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ അത്ഭുതമാണല്ലോ നടക്കുന്നത്. ആരും പറയാതെ തന്നെ അച്ഛമ്മ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാണല്ലോ. ഐ മീൻ ദിസ് ഈസ് സംതിങ് മാജിക്കൽ. എന്ത് ചെയ്യാനാ, ഹിറ്റ്ലറുടെ ഫോൺ വന്നിരുന്നു. ഏത് ഹിറ്റ്ലർ? നിനക്കറിയില്ലേ? ഇല്ല. ഹിറ്റ്ലർ പുനർജനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ജന്മത്തിൽ അയാളുടെ പേര് പ്രീത എന്നാ. അച്ഛമ്മേ, ഞാൻ വിചാരിച്ചു അവൾ അച്ഛമ്മയുടെ ഫിസിയോ മാത്രമാണെന്നാ. എന്നാ ഞാൻ അറിഞ്ഞില്ല അവൾ അച്ഛമ്മയുടെ സെൻസ് ഓഫ് ഹ്യൂമറിന് ഇത്രയും ഇടിവുണ്ടാക്കിയ കാര്യം. ചിരിച്ചോ ചിരിച്ചോ, എന്നെ കളിയാക്കിക്കോ. പക്ഷെ അവള് രാവിലെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവൾ എന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ വാശിക്കാരിയാണ്, എന്റെ കാല് ശരിയാക്കാൻ എനിക്ക് ആഗ്രഹമില്ല, അതാണ് ഇതാണ്. ഓ മൈ ഗോഡ്. മൈ ഗോഡ്. അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് തോന്നിയോ ലൈഫിൽ ആദ്യമായി അച്ഛമ്മ ആരും അനുസരിക്കുകയാണെന്ന്? അതായത് അച്ഛമ്മ പറയുന്നതൊക്കെ എതിർക്കുന്ന ഒരാളെ അച്ഛമ്മ തന്നെ അനുസരിക്കാന്ന് പറയുന്നത് ഇമ്പോസിബിൾ അല്ലേ? നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എല്ലാവരും പറയുന്നത് കേൾക്കും. റിയലി? അനുസരിക്കാറില്ലേ? അനുസരിക്കാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അവൾ അത്ര മോശക്കാരിയൊന്നുമല്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അവൾ ഒട്ടും തന്നെ മോശക്കാരിയല്ല. എനിക്കറിയാം. ഞാനിതൊന്ന് എടുക്കട്ടെ അച്ഛമ്മ. സർ, ഞാൻ ആ സിന്ദൂരഭാഗ്യം ഹാൾ ബുക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രസ് കോൺഫറൻസ് അവിടെ നടത്താം. നന്നായി ബുക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇത് വലിയ പ്രോബ്ലം ആയേനെ. സർ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ താങ്ക്സ് പറയേണ്ടത് പ്രീത മാമിനോടാണ്. എനിക്ക് തെറ്റുപറ്റിയിരുന്നു. ആ ശരി, നീ കോൺഫറൻസിനുള്ള എല്ലാ ഫർണിച്ചറും അവിടെ അറേഞ്ച് ചെയ്യേ. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ സർ. അവൻ പറഞ്ഞ പോലെ പ്രീതയ്ക്ക് താങ്ക് യു പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് പ്രീത. പ്രീത, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. ഇവിടെ എല്ലാം മെസ്റ്റപ്പ് ആണ്. ഡ്രസ് ഡിസൈഡ് ചെയ്തിട്ടില്ല, സ്യൂട്ട് ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്നോട് പ്രോമിസ് ചെയ്തല്ലേ പ്രീത നീ എന്നെ വന്ന് സഹായിക്കാമെന്ന്? ശരി ശരി, നീ പെട്ടെന്ന് വാ പ്ലീസ്. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. ഞാനൊരു കാര്യം പറയട്ടെ, അവൾ അത്ര മോശക്കാരിയൊന്നുമല്ല. സർ, ഞാൻ ആ സിന്ദൂരഭാഗ്യം ഹാൾ ബുക്ക് ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ. സാറ് താങ്ക്സ് പറയേണ്ടത് പ്രീത മാമിനോടാണ്. ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ഈ കുട്ടിയാവും സെലക്ട് ചെയ്യുക. ഇവളുടെ മുഖത്തൊരു നിഷ്കളങ്കതയുണ്ട്. ഇത് കണ്ടിട്ട് ചേട്ടന് തോന്നില്ല പ്രീത സ്വന്തം ഡിസ്ക്രിപ്ഷൻ തരികയാണെന്ന്? ചേട്ടന്റെ ഭാവി വധുവിന്റെ രൂപത്തില്. ഒരു കാര്യത്തിനല്ല, ഒത്തിരി കാര്യങ്ങൾക്ക് ഞാൻ നിന്നോട് താങ്ക് യു പറയാൻ ആഗ്രഹിക്കുന്നു പ്രീത. മാഡം, ഓട്ടോ എവിടെ പോകുന്ന മാഡം? കാശെല്ലാം കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പോൾ തീർന്നു. യാത്രയ്ക്ക് കുറച്ച് പണമായി. 20 രൂപ മിച്ചം ഉണ്ടായിരുന്നു. അത് സൃഷ്ടിക്ക് കൊടുത്തിട്ട് ഇറങ്ങിയത്. സൃഷ്ടി, ദാ ഈ 20 രൂപ വെച്ചോ. 2 വടാപ്പാവ് വാങ്ങിച്ചോ. 1 ഇപ്പൊ കഴിച്ചോ, മിച്ചമുള്ളത് ലഞ്ച് ടൈമിൽ കഴിച്ചോ. ഓക്കെ? അല്ല, എന്തു പറ്റി? മുംബൈയിൽ വന്നിട്ട് വടാപ്പാവ് കഴിച്ചില്ലെന്ന് വേണ്ട, അത് ഒത്തിരി ടേസ്റ്റിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേച്ചി, എനിക്കെല്ലാം മനസ്സിലായി. ഈ 20 രൂപ ചേച്ചിയുടെ കയ്യിൽ തന്നെ വെച്ചോ. ഇതിന് ബസിന്റെ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനും മേടിക്കാം. ചേച്ചി രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കുറച്ച് കഴിച്ചായിരുന്നു. ഞാൻ പറഞ്ഞെന്ന് വെച്ചാ നമ്മള് രണ്ടുപേരും ഒന്നും കഴിച്ചില്ലല്ലോ. അത് ഇവിടെ പ്രോമിസ് ചേച്ചി. ഇന്ന് രാത്രി ആഹാരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഐ ആം ടെല്ലിങ് യു. സൃഷ്ടി, എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേന്ന്. ചേച്ചി, അതെ, ആ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു ലോഫ്റ്റർ ക്ലബ്ബിൽ വരുമ്പോ മെയിൻ റോഡിൽ തന്നെ പിക്ക് ചെയ്യാം. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്തേ എന്നെ നിർബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കും. ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. അതുകൊണ്ട് പൈസയുടെ ആവശ്യമില്ല. ഇത് നീ തന്നെ വെച്ചോ. എന്തേലും വാങ്ങി കഴിക്കും. ശരി, ഞാൻ ലേറ്റ് ആയി പോവാണേ. ബൈ ബൈ ബൈ. പക്ഷെ ഇങ്ങനെ ഇനിയും എത്ര നാളെ തള്ളി നീക്കും?
നിത്യച്ചെലവിന് പണം വേണ്ടി വരില്ലേ? എൻ്റെ കാര്യം പോട്ടെ, ദിവസവും നടന്ന വെയിറ്റെങ്കിലും കുറയും. പക്ഷെ സൃഷ്ടി, അവൾക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്നാൽ ഞങ്ങളെക്കാളും പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത് അമ്മയാ. ഇനി ഒരാഴ്ചക്കുള്ളിൽ ആ ഹോള് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലേ, അമ്മയും മുത്തശ്ശിയും ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും? മാത്രമല്ല, അമ്മ പൂർണ്ണമായും തകർന്നു പോകും. ഹലോ, ആ അതെ, ഞാൻ എത്താറായി. ഇത് കണ്ട? നോ അമ്മ, ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ എനിക്കിത് ഇടണ്ട. അതിന് ഈ നെക്ലസിന് എന്താ പ്രശ്നം? പ്രോബ്ലം അമ്മ, പ്രോബ്ലം ആണ് പ്രോബ്ലം. അമ്മ കാണുന്നില്ലേ, എന്റെ എൻഗേജ്മെന്റ് ആണ് അമ്മ. എനിക്ക് ഒന്നും അറിയില്ല, ഏത് ഡ്രസ്, ഏത് ഷൂസ്, ഏതിടണമെന്ന്. അമ്മ എന്തെങ്കിലും ഒന്ന് പറ. ഐ എം റിയലി വറീഡ്. കാർത്തിക, ഇതിന് സൊല്യൂഷൻ ഉണ്ട് മോളെ. നോക്ക്, ആദ്യം നീ ഇത് സെലക്ട് ചെയ്യ, പിന്നെ അക്കോർഡിംഗ്ലി നമുക്ക് ഡ്രസ്സും ഷൂസും കൺഫേം ചെയ്യാം. ലിസൺ, ഇതൊരു സാധാരണ നെക്ലസ് അല്ല. ഇതാദ്യം എന്റെ അമ്മ അമ്മയുടെ നിശ്ചയത്തിന് അണിഞ്ഞതാ, പിന്നെ ഞാൻ എന്റെ എൻഗേജ്മെന്റിന്. ഇറ്റ്സ് ആൻ ആന്റിക് പീസ് മോളെ. അമ്മ, ഇറ്റ്സ് ഓൾഡ് ഫാഷൻഡ്. യു ഹാവ് ടു ട്രസ്റ്റ് മീ ഓൺ ദിസ്. നോക്ക്, നിശ്ചയം ആരുടെയാ? നിന്റെ. ആളുകളുടെ ശ്രദ്ധ ആരിലായിരിക്കും? നിന്നിൽ. അപ്പൊ ആളുകളുടെ കണ്ണ് ഈ ആന്റിക് പീസിൽ പതിയുമ്പോഴേ ആളുകളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോകും. അമ്മ, എന്റെ എൻഗേജ്മെന്റ് ആണ്, ജ്വല്ലറി എക്സിബിഷൻ അല്ല. കമോൺ കാർത്തിക, എല്ലാ കാര്യത്തിനും വാശി. ഞാൻ പറയുന്നൊന്നും അനുസരിക്കില്ലെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണോ? ഞാൻ നേരത്തെ പറഞ്ഞുവിടാം, അവർക്ക് നിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. പിടിവാശി കുറെ കൂടുതലാ നിനക്ക്. ഏത് കാര്യത്തിനുണ്ടോ ഇങ്ങനെ ഒരു പിടിവാശി? ജസ്റ്റ് യു ഡു. ഒന്ന് നോക്കി നടന്നൂടെ? പ്രീത, എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു, ഫോൺ ചെയ്യുന്നു. എവിടെയായിരുന്നു നീ? എനിവേസ്, വാ വാ, അകത്തേക്ക് വാ. സ്റ്റുപ്പിഡ് ഗേൾ. ഐ ആം സോറി. ഓക്കേ, ഇറ്റ്സ് ഓക്കേ. മെയിൻ പ്രോബ്ലം ഇവിടെയാണ്. ഇന്ന് എന്റെ എൻഗേജ്മെന്റ് ആണ്. എനിക്ക് തന്നെ അറിയില്ല ഏത് ഡ്രസ്, ഏത് ഷൂസ് ഇടണമെന്ന്. അതും പോരഞ്ഞിട്ട് അമ്മ, ഇത് നോക്ക്. എന്റെ അമ്മ ഞാൻ ഈ നെക്ലസ് ഇടണമെന്നാ പറയുന്നത്. ഐ മീൻ, ഈ നെക്ലസ് ഒന്ന് നോക്കിയേ. നീ തന്നെ പറ, ഇത്രയും ഓൾഡ് ഫാഷൻ നെക്ലസ് ഞാൻ എന്റെ എൻഗേജ്മെന്റ് എങ്ങനെ ഇടും? എനിക്ക് ഇങ്ങനത്തെ നെക്ലസ് ഒന്നും ഇടണ്ട. നീ ഉണ്ടല്ലോ, ശരിക്കും എന്റെ അനിയത്തിയെ പോലെയാ. ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് പാനിക് ആവും. എനിക്കറിയില്ല അതിന്റെ ആവശ്യം എന്താന്ന്. എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല നീ ഈ നെക്ലേസിന്റെ കാര്യത്തിൽ ഇത്ര കൺഫ്യൂസ്ഡ് ആവുന്ന എന്തുകൊണ്ടാണെന്ന്. ഇത് വളരെ മനോഹരമല്ലേ? വെട്ടിത്തിളങ്ങുന്ന ഒരു വലിയ നെക്ലസ് ആണിത്, ഒരു കാര്യമില്ല. ഈ നെക്ലേസിന്റെ തിളക്കമുണ്ടല്ലോ, ഇത് അണിയുന്ന പെൺകുട്ടിയുടെ മുഖത്തെ അഴക് എടുത്ത് അറിയിക്കുന്ന തരത്തിലുള്ളതാ. പ്രീത, ഇറ്റ്സ് ഓൾഡ് ഫാഷൻ. ഓൾഡ് ഫാഷനോ? അതെ, ഇതിന്റെ ക്ലാസ് തന്നെ വേറെയല്ലേ. ഇങ്ങനെയുള്ള ആഭരണങ്ങള് അത് ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവുകയില്ല. നിനക്കറിയോ, ഇത് ബോളിവുഡ് എന്നല്ല, ഹോളിവുഡിലെ ആക്ട്രസ് പോലും അണിയാറുണ്ട്, അതും റെഡ് കാർപ്പറ്റിൽ വരുമ്പോ. റിയലി? സത്യമായിട്ടും ഇത് വളരെ മനോഹരമാ. ഇത് തന്നെ നീ അണിയണം. ഐ തിങ്ക് യു ആർ റൈറ്റ്. പിന്നെ ഇതിന്റെ കൂടെ നിനക്ക് ഈ നിറമുള്ള ഡ്രസ്സ് നന്നായിട്ട് അണങ്ങും. ഒരു അതിങ്ങ് തന്നെ നോക്ക്, എത്ര നന്നായിട്ട് ചേരുന്നുണ്ടെന്ന്. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, നീ ഇതൊന്ന് അണിഞ്ഞു കാണിക്ക. ഞാനോ? ഇല്ല ഇല്ല, പറയുന്നൊന്ന് കേക്ക് പ്രീത. നിന്റെ ഡ്രസ്സും എന്റെ ലെഹങ്കയും സെയിം കളറാണ്. നീ ഇത് അണിഞ്ഞാൽ എനിക്ക് നന്നായി മനസ്സിലാകും. നീ ഇതിൽ വെച്ച് നോക്കൂ. ഇറ്റ്സ് ഓക്കെ, നീ എന്റെ കൂടെ വാ. പ്രീത, ഞാൻ പറയുന്നത് കേക്ക്, ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് ഫൈൻ. ജസ്റ്റ് വൺസ് പ്ലീസ്. ഈസ് മൈ പ്രിൻസസ് റെഡി? ചേട്ടാ, ഇല്ല ചേട്ടാ, ഞാൻ തയ്യാറല്ല. ചേട്ടാ ഒന്ന് പറയൂ, ഈ നെക്ലസ് എങ്ങനെയുണ്ട്? ഇനി ഏതെങ്കിലും പയ്യൻ ഇവളോട് ഓപ്പൺലി ഫ്ലേർട്ട് ചെയ്താലുണ്ടല്ലോ, ഇവളെ ദേഷ്യം കൊണ്ട് ചുമന്ന് തൊടുക്കും. ഇനി ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്നറിയോ, ഇവളെ ആരെങ്കിലും കോംപ്ലിമെന്റ് ചെയ്താൽ പിന്നെ അവക്ക് വരുന്ന ദേഷ്യം ഞാനൊന്നും പറയുന്നില്ല. ചേട്ടാ, എത്ര നേരമായി ഞാൻ ചോദിക്കുന്നു, പറയുന്നേ. ഇനി പെട്ടെന്ന് പറയ്, നെക്ലസ് എങ്ങനെയുണ്ട്? ടൈമില്ല, കൺഫ്യൂസ്ഡ് ആണ്. ഒരു മിനിറ്റ് കാർത്തിക, ഇവളോട് പറയാ ഒരു 2 മിനിറ്റ് ഇത് അണിഞ്ഞോണ്ട് നിൽക്കാൻ. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. പ്രീത, കുറച്ചു നേരം കൂടി അണിയൂ പ്ലീസ്. ഓ, എക്സ്ക്യൂസ് മീ. എനിക്കിത് കുറച്ച് ലൂസാണെന്നാ തോന്നുന്നേ. ഈ നെക്ലസ് ടൈറ്റ് ആയിട്ട് വരുന്നേ. ഞാൻ ചെയ്യാം, പ്ലീസ്.
ഈ നെക്ലസ് ഇട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ നെക്ലസ് ആയിരുന്നെങ്കിൽ നിന്റെ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടന്നേനെ. എന്റെ ആ ടോൾ ഫാൻ പറഞ്ഞ കാര്യം സത്യമാ. മാഡത്തിന് ഫ്ലേർട്ടിങ് ഒട്ടും തന്നെ ഇഷ്ടമല്ല. നല്ല രസമുണ്ട് ഇവളെങ്ങനെ പറ്റിക്കാനായിട്ട്. സോറി. അതെ ചേട്ടാ, ഇനി ചേട്ടൻ പറയൂ, നെക്ലസ് എങ്ങനെയുണ്ട്? ഞാനിപ്പോ അത് തന്നെ പറഞ്ഞേ, ഈ നെക്ലസ് എത്ര രസമാണെന്ന്. റൈറ്റ്? അതല്ലേ ഞാൻ പറഞ്ഞേ. പെർഫെക്റ്റ്. അതിനർത്ഥം ചേട്ടന് ഇഷ്ടപ്പെട്ടു, പ്രീതയ്ക്കും. ഇനി ഞാൻ ഇതേ അണിയുന്നുള്ളൂ. ശരി ചേട്ടാ, ഇനി പോകാമോ പ്ലീസ്? എനിക്ക് ഡ്രസ് ട്രൈ ചെയ്യണം. ചേട്ടാ ഒന്ന് പുറത്തു പോകുന്നേ, എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഓക്കേ ഓക്കേ. എന്താ ഇത്? പ്രീതയെ കളിപ്പിക്കാൻ കിട്ടിയ നല്ല അവസരമായിരുന്നു. കുഴപ്പമില്ല, ഇന്ന് വൈകുന്നേരം സമയമുണ്ടല്ലോ, ഒത്തിരി അവസരങ്ങൾ കിട്ടിക്കോളും. നിന്നോട് ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും മോളെ. ഇവനിതെന്താ പറ്റിയ? ഇവനെന്തിനാ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നേ? ഹലോ, നീ സ്വപ്നം കാണുകയാണോ? ഇല്ല. കാർത്തിക മോളെ, നിനക്ക് ഇനി ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്ക്. ആ പ്രീത, നീ എപ്പോഴെത്തി? ഇപ്പൊ വന്നേ ഉള്ളൂ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ നെക്ലസ് എടുത്തണിയാൻ? അമ്മ, ഞാൻ ഈ മാല ഇടുന്നേ. പ്രീത ലവ്സ് ഇറ്റ്. ഊജി മാറ്റൂ ഇത് ഫാസ്റ്റ്. നോക്ക്, ഇത് നീ ഇട്ടപ്പോ എത്ര ഭംഗിയുണ്ട്. ശരി അമ്മ. അതെ കാർത്തിക, നീ വളരെ സുന്ദരിയായിട്ടുണ്ട്. അമ്മയുടെ ട്രീറ്റ്മെന്റിന് പോണ്ടേ? ഗോ. ടൈം എന്തിനാ വേസ്റ്റ് ചെയ്യുന്നേ? ശരി. പ്രീത, നീ പോകുവാണോ മോളെ? പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, നമുക്കിനി അധികം സമയമില്ല. രോഹിതിനോട് എത്രയും പെട്ടെന്ന് സംസാരിച്ച് അവന്റെ മറുപടി എന്താണെന്ന് എന്നോട് പറയണം. എടത്തി, പറയ ചേച്ചി. ഒരു മിനിറ്റ് ഇവിടെ വരൂ. ആന്റി എത്ര നല്ല അമ്മയാ. ഏതു നേരവും രോഹിത്തിനെ കുറിച്ചുള്ള ചിന്ത മാത്രം. പിന്നെ ആ കാർത്തികയുടെ അമ്മ വല്ലാതെ ദേഷ്യപ്പെടും, ആറ്റിറ്റ്യൂഡ് കാണിക്കും. എന്നാൽ അവരുടെ സ്വന്തം മോളുടെ കാര്യം വരുമ്പോൾ അവരും നല്ലൊരു അമ്മയായി മാറും. എത്ര സ്നേഹത്തോടെ അവരവളുടെ കാര്യങ്ങൾ നോക്കുന്നേ, നെക്ലേസ് ഇടിക്കുന്നേ, ഡ്രസ്സ് ശരിയാക്കുന്നേ. ചിലപ്പോ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയായിരിക്കും, തമ്മിൽ കരുതലുള്ളവരായിരിക്കും. അമ്മ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു, ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതോടെ അമ്മയായി മാറുന്നത്. ആ കുഞ്ഞ് എത്ര വളർന്നാലും ശരി, ആ അമ്മ കുഞ്ഞിനെ കരുതലോടെ നോക്കും. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധമാണിത്. എനിക്കും അമ്മയുണ്ട്. അമ്മയുടെ തലയിൽ ഇത്രയും വലിയ ഭാരം വന്നിട്ടും ഞാൻ വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. 3 ലക്ഷം രൂപ ഞാൻ എവിടുന്ന് സംഘടിപ്പിക്കാനാ? എനിക്കാണ് അന്നന്നത്തെ ആഹാരത്തിനുള്ള വക പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. പ്രിയ ചേച്ചിയോട് പറഞ്ഞാലോ? വളരെ അർജന്റാ. അമ്മ പ്രിയ ചേച്ചിയോട് ഞങ്ങളുമായിട്ടുള്ള ബന്ധം പറഞ്ഞു കാണുമെന്ന് അറിയില്ല. അവോയ്ഡ് ചെയ്തേക്കാം. പ്ലീസ് ഫോൺ എടുക്ക പ്ലീസ്. ഈ പ്രിയയ്ക്ക് പകരം പ്രീത വന്നതിന് ശേഷം എന്റെ ജോലി കൂടിയിരിക്കുക. അതിന്റെ കൂടെ ഈ ഫോണും കൂടി നോക്കണം. ഇതിന് ആരാണാവോ? ഹലോ ഹലോ, പ്രിയ ചേച്ചി. ആരാ സംസാരിക്കുന്നത്? ഞാൻ പ്രീതയാ സംസാരിക്കുന്നത്. ഇത് പ്രിയ ചേച്ചിയാണോ? അല്ല, പ്രിയ പുറത്തു പോയിരിക്കുക. എവിടെ പോയി, എപ്പോഴും പോയി, എന്തിനു പോയി എനിക്കറിയില്ല. സോ ബൈ. വേണ്ട വേണ്ട വേണ്ട, ഒരു സെക്കൻഡ്. ഞാൻ പറയുന്ന ഒന്ന് കേക്കോ, വളരെ അർജന്റാ. അത് പ്രിയ ചേച്ചിയോട് പറയണം. ഞങ്ങളുടെ അമ്മ, ഞാൻ പറഞ്ഞത് പ്രിയ ചേച്ചിയുടെ അമ്മ
ചേച്ചിയുടെ അമ്മയുടെ സിന്ദൂരഭാഗ്യം ഹാളില്ലേ, അത് തിരിച്ചു പിടിക്കാൻ അമ്മയ്ക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഈ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ലേ ആ ഹാള് ജപ്തി ചെയ്യുന്നാ പറയുന്നേ. ഓ റിയലി? ഐ മീൻ ഐ എം സോറി. എന്താ പറഞ്ഞത്? എത്ര കാശ് വേണമെന്നോ? 3 ലക്ഷം രൂപ. ഒട്ടും സമയം കളയാനില്ല. ഒരാഴ്ച അനുവദിച്ചിരിക്കുന്നത്. ആന്റിക്ക് പണം കിട്ടിയില്ലേ അത് വലിയ പ്രോബ്ലം ആവും. ഓ വെരി ഗുഡ്. അപ്പൊ ഈ പ്രീതയുടെ തലയിലും കുറെ ടെൻഷൻസ് ഉണ്ട്. കേട്ടപ്പോ സമാധാനമായി. ഷീ ഡിസേർവ്സ് ഇറ്റ്. യു നോ വാട്ട്? നീ ഒരു കാര്യം ചെയ്യും. ആ സർല ആന്റിയോട് പോയി ഇങ്ങനെ പറയണം, അവരുടെ മകളുടെ കയ്യിൽ ഒരു 10 രൂപ ഭിക്ഷ കൊടുക്കാൻ പോലും ഇല്ലാന്ന്. പിന്നെ 3 ലക്ഷം രൂപ ഒന്നുകൂടി. ഇനി അഥവാ സർല ആന്റി അത് സമ്മതിക്കുവാണെങ്കിൽ, അവരുടെ മകളുടെ പ്രതിയോഗി, അതായത് ഞാൻ, അഭിഷേക് മേനോന്റെ ഭാര്യയാകാൻ സമ്മതിക്കുവാണെങ്കിൽ, അതായത് അവരുടെ മരുമകന്റെ ഭാര്യയായി എന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോ എനിക്ക് അവരോട് കുറച്ച് ദയ തോന്നിയിട്ട് 3 ലക്ഷം രൂപ അവരുടെ പിച്ചച്ചട്ടിയിൽ ഇട്ട് കൊടുത്തേക്കും. എന്താ എന്തൊക്കെ എന്നോട് പറയുന്നത്? എന്റെ അമ്മ, പ്രിയ ചേച്ചിയുടെ അമ്മയോട് ഒന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിനക്ക് നാണം തോന്നില്ലേ? അങ്ങനെയാണോ? നിനക്ക് പണം ചോദിക്കാൻ ലജ്ജ തോന്നിയില്ലേ? ഇത് വളരെ നല്ലൊരു പ്രപ്പോസലാണ്. നിനക്ക് ശരിക്കും അതങ്ങ് മനസ്സിലായില്ലാന്ന് തോന്നുന്നു. യു നോ വാട്ട്? നീ ആർക്ക് വേണ്ടിട്ടാണോ പണം ആവശ്യപ്പെടുന്നത്? അവര് സഹതാപത്തിന് ഒട്ടും അർഹയല്ല. ഇനി അവരുടെ പ്രോപ്പർട്ടി പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. നശിക്കുവാണെങ്കിൽ നശിക്കട്ടെ. അത് നിനക്കെന്താ കുഴപ്പം? ഷട്ട് അപ്പ്. വിൽ യു? സരള ആന്റി വളരെ അന്തസ്സുള്ളൊരു സ്ത്രീയാ. അവർക്കെതിരെ നീ ഇനി ഒരക്ഷരം മിണ്ടിയ ഞാൻ ആരാന്ന് നീ അറിയും. വാവ്, ഭീഷണി. എന്നാ ശരി, ഞാനൊന്ന് കണ്ട നീ എന്താ ചെയ്യുന്നതെന്ന്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ളത് നീ കുറച്ച് നാൾക്കുള്ളിൽ അറിയും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ നിമിഷം നീ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മ, അതായത് പ്രിയ ചേച്ചിയുടെ അമ്മയ്ക്കെതിരായി ഒരക്ഷരം പോലും മിണ്ടില്ലായിരുന്നു. ഓ ഗെറ്റ് ലോസ്റ്റ്. ഇനി മെയിലിൽ ഈ നമ്പറിലേക്ക് വിളിക്കരുത് നീ. ഇതെന്ത് പരീക്ഷണമാണ് ഭഗവാനെ. ആദ്യം പപ്പയെ വിളിച്ചു, ഇപ്പൊ ഞങ്ങൾക്ക് അമ്മയെ തന്നെങ്കിലും ഒരു നിമിഷം കൊണ്ട് തന്നെ ഞങ്ങളെ അകറ്റി. ഇപ്പൊ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴെങ്കിലും ഒരു വഴി കാണിച്ചു തന്നൂടെ? എനിക്കതിനുള്ള ധൈര്യം തരണേ. പ്രീത, ഒരു മിനിറ്റ് മോളെ. ആന്റി, ഇതെന്താ പറ്റിയത് മോളെ? നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അതൊന്നുമില്ല ആന്റി, ഒന്നുമില്ല. ഉറപ്പാണോ? അതെ. എങ്കിൽ കുഴപ്പമില്ല. നിനക്കറിയോ, ഞാനുണ്ടല്ലോ ഷെർലിനോട് സംസാരിച്ചപ്പോ അവൾ ഇന്ന് വൈകിട്ടത്തെ പാർട്ടിക്ക് വരുന്നുണ്ടെന്ന്. ഇതൊരു നല്ല വാർത്തയല്ലേ? വളരെ നല്ല കാര്യം. പക്ഷേ അതാരാന്ന്? രോഹിതിന് വേണ്ടി ഫൈനലൈസ് ചെയ്ത ആ പെണ്ണില്ലേ, അതാണ് ഷെർലിൻ. അത് കൊള്ളാലോ ആന്റി. അത് ശരിക്കും നല്ല കാര്യം. നല്ല കാര്യം തന്നെയാണ് മോളെ. പക്ഷെ ഇതൊന്നും ഉറപ്പിക്കാറായിട്ടില്ല ഇതുവരെ. തുടങ്ങും മുമ്പേ ഇതൊക്കെ അവസാനിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നീ ഇത് രോഹിതിനോട് സംസാരിച്ചേ പറ്റൂ. ഇപ്പോ ഈ നിമിഷം ഇമ്മീഡിയറ്റ്ലി. ഓക്കെ? ഷെർലിൻ ഈ പാർട്ടിക്ക് എത്തുന്നതിന് മുൻപ് തന്നെ രോഹിത് ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇനി എല്ലാം നിന്റെ കൈകളിലാണ്. എവരിതിങ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ യു. ഓക്കെ? നീ ഇതെനിക്ക് വേണ്ടി ചെയ്തേ പറ്റൂ, പ്ലീസ്. ഡോണ്ട് വറി ആന്റി, ഞാനത് ഉറപ്പായി സംസാരിച്ചോളാം, സമ്മതിപ്പിക്കുകയും ചെയ്യും. ഓ താങ്ക് യു സോ മച്ച് മോളെ. മേ ഗോഡ് ബ്ലെസ് യു. ഇപ്പൊ തന്നെ ഞാൻ പോയി പൂജാരിയുമായിട്ട് സംസാരിക്കട്ടെ. ഇന്ന് വൈകിട്ടത്തേക്കുള്ള മുഴുവൻ ജോലി എന്റെ തലയിലാണ്. നീ രോഹിതിനോട് സംസാരിച്ചാൽ ഉടനെ വന്ന് എന്നോട് പറയണം അവന്റെ തീരുമാനം എന്താണെന്ന്. ശരി. ഞാൻ ആന്റിക്ക് വാക്ക് കൊടുത്തതല്ലേ. പക്ഷെ എങ്ങനെയാ ഞാൻ രോഹിത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സമീർ, എനിക്ക് തോന്നുന്നത് ഈ റോയൽ ബ്ലൂ ഇതിന് കറക്റ്റ് ആയിരിക്കും എന്നാണ്. ചേട്ടന് തോന്നുന്നുണ്ടോ ആ നേവി ബ്ലൂ കുറെ കൂടെ ബെറ്റർ ആയിരിക്കുന്നു? ഏയ് ശരിയാവില്ല. ഇലക്ട്രിക് ബ്ലൂ ഇടാം, ഇത് ശരിക്കും കറക്റ്റ് ആവും, നന്നായിട്ടുണ്ടാവും. അടിപൊളിയായിട്ടുണ്ടായിട്ടാ. ചേട്ടൻ ഏതെങ്കിലും ബിസിനസ് ഡീൽ ഫൈനൽ ചെയ്യാനാണെങ്കിൽ വെറും 2 മിനിറ്റ് മതിയാവുമല്ലോ. പക്ഷെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പെൺകുട്ടികളെക്കാൾ സമയം എടുക്കുന്നുണ്ട്. സോറി, പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഓ ഗോഡ്, ഈ ചാപ്റ്റർ കഴിഞ്ഞ് 1 മണിക്കൂറായി നടക്കുന്നു. സമീർ മോനെ, നീ ഒന്നും മിണ്ടാതിരുന്ന സ്ഥലം വിട്ടോ. കറക്റ്റാ, ഇതെന്റെ പാൻസിന് മാച്ച് ആവും. പക്ഷെ ഇതിന് ചെക്സ് ഉണ്ടല്ലോ. ഇത്ര കൺഫ്യൂഷൻ എന്തിനാ ഒരു കളർ സെലക്ട് ചെയ്യുന്നതിന്? ഒരു കളർ സെലക്ട് ചെയ്യുന്നത് ഇത്ര വലിയ ജോലിയായി പോയല്ലോ. സമീർ, നീ ഒരു കാര്യം ചെയ്യാം, അമ്മയെ വിളിച്ചിട്ടോ.
എനിക്ക് തോന്നുന്നത് ആ കാണുന്ന ബ്ലൂ സാറിന് നന്നായിട്ട് ചേരുന്ന. Can I pick it for you? ഷുവർ. നൈസ്. ആക്ച്വലി പ്രീത, ഞാൻ അത്രയ്ക്ക് കൺഫ്യൂസ് ആവുന്ന ഒരാളല്ല. പക്ഷേ ഇതിപ്പോ ഇന്ത്യൻ വെയർ അല്ലേ, അതാ ഞാനിപ്പം കൺഫ്യൂസ്ഡ് ആയത്. അതർവൈസ് വെസ്റ്റേൺ വെയർ ആയിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. സാർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സാറിന് അത് ഡിസൈഡ് ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യർക്കും കൂട്ടിനൊരാൾ ആവശ്യമാണെന്നാ. കൂടെ നടക്കാൻ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവെക്കാൻ, പരസ്പരം അഭിപ്രായങ്ങൾ പറയാൻ. ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ താങ്ങി നിർത്തും, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും, നിങ്ങളുടെ മുഖത്തെ ചിരി മായാതെ നോക്കും. ചില സമയം അവർ നിങ്ങളുടെ വഴികാട്ടിയാവും, ചില സമയത്ത് അവർ നിങ്ങളുടെ അമ്മ കൂടിയായിരിക്കും. അവർ നിങ്ങൾ നിന്നെപ്പോലെ ഒരു കൂട്ടുകാരിക്ക് സാധിക്കും പ്രീത. അയാള് ജീവിതകാലം മുഴുവനും സാറിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട ആളാണ്. അതായത് ഒരു ജീവിത പങ്കാളി. സാറിന്റെ ഭാര്യ. ഇങ്ങനെയുള്ള ബന്ധങ്ങളില് സ്നേഹവും സൗഹൃദവും ഇണചേർന്നിരിക്കണം. പിന്നെ അതിൽ വിശ്വാസത്തിന്റെ പുണ്യാഹം തളിച്ചാൽ വേറെന്താ വേണ്ടേ? എനിക്കറിയാം, സാർ എന്നോട് പറഞ്ഞിരുന്നു സാർ വളരെ ബിസിയാന്ന്, സ്നേഹിക്കാൻ സമയമില്ലെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അതിനു വേണ്ടി സമയവും മാറ്റിവെക്കാൻ കഴിയും. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ, സാറിന് കല്യാണം കഴിക്കാനുള്ള പ്രായം ഇതാണെന്നാ. സാറിനറിയോ, എൻ്റെ പപ്പ പറയുമായിരുന്നു ഏത് കാര്യത്തിനും അതിൻ്റെതായ സമയം ഉണ്ടാവുമെന്ന്. പിന്നെ പ്രായം കടന്നു പോയാ ആ രണ്ട് പാർട്ട്നേഴ്സും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പിന്നെ നമ്മൾ ഏത് ബന്ധത്തിലാണോ സന്തോഷം തിരയുന്നത്, ആ ബന്ധം നമ്മുടെ ജീവിതത്തിൽ കൈപ്പുള്ളതായി മാറുമെന്ന്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സാറിന്റെ ഈ പ്രായം സാറിന് ശരിക്കും കല്യാണത്തിന്. പ്രീത, താൻ ഈ പറയുന്ന ഓരോ കാര്യത്തിലും എനിക്ക് എൻ്റെ അമ്മയുടെ വാക്കുകൾ അതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. സോ പ്ലീസ്, എനിവേസ് താങ്ക് യു ഫോർ ദ കളർ, ഐ ലൈക്ക് ഇറ്റ്. അത് ശരിയാ, സാറിന്റെ അമ്മ സാറിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിരുന്നു. ഐ നോ. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. സാറ് വളരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് സാറിനോട് ഇത് പറഞ്ഞത്. മാത്രമല്ല, സാർ എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ്. സുഹൃത്തല്ലെങ്കിൽ ഒരു വെൽവിഷറായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സാറ് കല്യാണം കഴിക്കാൻ സമ്മതിക്കണമെന്ന് തന്നെയാണ്. സാർ എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഫാമിലിക്ക് വേണ്ടി എനിക്കും എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ശരിയായ ഒരു വഴിയെങ്കിലും കാണിച്ചു തരണ്ടേ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സാറിൻ്റെ ലൈഫ് പാർട്ട്ണറെ ഒരു പ്രോബ്ലം ആയിട്ട് കാണരുത്. ജീവിത പങ്കാളി എന്നും കൂടെ ഉണ്ടാവേണ്ട ഒരാളാണ്, ഒരു സാരഥിയായി. ഇൻഫാക്ട് അത് ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് കൂടിയാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാറിന്റെ കൂടെ എപ്പോഴും ഒരാളുണ്ടായിരിക്കുക. അയാളോട് സാറിന് എന്തും സംസാരിക്കാം. ജീവിതത്തിൽ എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ആ വ്യക്തിയുമായി ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അവൾ സാറിന്റെ സുഖ ദുഃഖത്തിലും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. സാറ് കേട്ടിട്ടില്ലേ, പാർട്ട്ണർ ഇൻ ക്രൈം? നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് എന്ത് കാര്യവും ചെയ്യാൻ കഴിയും. ഈ റിലേഷൻഷിപ്പിൽ എല്ലാ മൂഡും സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. സാറിന് തോന്നുന്നില്ലേ സാറിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ജീവിത പങ്കാളിയെ ആവശ്യമുണ്ടെന്ന്? പ്രീത, നീ ഈ വിവരിച്ച പോലെ ഒരു പാർട്ണറെ എനിക്ക് പങ്കാളിയെ ലഭിക്കുകയാണെങ്കിൽ പിന്നെ then I don't mind. I will go for it. Really? ഞാൻ സാറിന്റെ അമ്മയോട് പറഞ്ഞിട്ട് വരട്ടെ. ആന്റിക്ക് ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷാവും. ഞാൻ ഒരിക്കലും കരുതിയില്ല സാർ പെട്ടെന്ന് സമ്മതിക്കുമെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് കേട്ട എല്ലാവർക്കും സന്തോഷാവുന്ന. സാറ് സമ്മതിച്ചതറിഞ്ഞു. നീ അമ്മയോടൊന്നും പോയി പറയരുത് പ്ലീസ്. ഞാനതൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, താൻ എന്നോടിപ്പോ ഒരു ലൈഫ് പാർട്ണറുടെ കാര്യത്തെ പറ്റി പറഞ്ഞില്ലേ, ഇന്നേ വരെ മറ്റാരും എനിക്ക് അത്ര ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നില്ല ഞാൻ എപ്പോഴും വിവാഹം കഴിച്ചേനെ. ഞാൻ പുറത്തുപോയി എല്ലാവരോടും പറയട്ടെ. ഇത് കേട്ടാൽ എല്ലാവർക്കും സന്തോഷാവും. ലെറ്റ് മീ ഗോ. പ്രീത, എന്താ? ഒരു വ്യവസ്ഥയുണ്ടേ. എനിക്ക് നിന്നെപ്പോലൊരു പാർട്ണറെയാ വേണ്ടത്. എങ്കിലും ഞാൻ കല്യാണം കഴിക്കൂ. അതാണ് എന്റെ വ്യവസ്ഥ.
പോലൊരു പെണ്ണിനെ എവിടെ കിട്ടാനാ? എന്താ മോളെ ഇത്? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? രോഹിത് കല്യാണത്തിന് സമ്മതിച്ചെന്നോ? എന്റെ ഭഗവാനെ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇത്രയും വലിയ സന്തോഷം എനിക്ക് കിട്ടുമെന്ന്. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. ഭഗവാൻ മോളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നിനക്ക് ദീർഘായുസ് ഉണ്ടാകും മോളെ. ഈ വീട്ടിൽ മറ്റാർക്കും ചെയ്തു തരാനാവാത്തത് നീ ചെയ്തു തന്നു. നന്നായി മോളെ, നല്ല കാര്യം. ആന്റി, എന്റെ വിശ്വാസം ആന്റി രോഹിത്തിന് വേണ്ടി വളരെ നല്ലൊരു പെൺകുട്ടിയെ തെരഞ്ഞെടുത്തിരിക്കുന്നേന്നാ. അതെ മോളെ, പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഞാനല്ല, കവിത ചേച്ചി. പിന്നെ നിനക്കറിയാലോ, കവിത ചേച്ചിയുടെ ഒരു തീരുമാനവും ഇതുവരെ തെറ്റിയിട്ടില്ലെന്ന്. ഇന്ന് വൈകുന്നേരത്തെ പാർട്ടിയിൽ രോഹിതിനും ഷെർലിനും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ കല്യാണം എത്രയും വേഗം നടക്കണം. അതിലും വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്റെ ജീവിതത്തിൽ ഇനി നടക്കാനില്ല. പ്രീത, രോഹിതിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. നീ സഹായിക്കില്ലേ മോളെ? അതെ ആന്റി, ഉറപ്പായും ചെയ്യാം. ജോൺ, ഐ ആം കമ്മിങ് ഇൻ 5 minutes. എനിക്ക് തോന്നുന്നു ആ കാണുന്ന ബ്ലൂ സാറിന് നന്നായിട്ട് ചേരുമെന്ന്. നൈസ്. ഞാൻ വിചാരിക്കാറുണ്ട് എല്ലാ മനുഷ്യർക്കും കൂട്ടിനൊരാൾ ആവശ്യമാണെന്ന്. അവരുടെ കൂടെ നടക്കാൻ, പിന്നെ സാറിനോടൊപ്പം ജീവിതം പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരാൾ, ഒരു ലൈഫ് പാർട്ട്ണർ, സാറിന്റെ ഭാര്യ. ഞാൻ ഇന്ന് അമ്മയോട് ക്ലിയർ ചെയ്യും. പ്രീതയെ പോലൊരു പെണ്ണാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കുന്നതിന് എതിർപ്പില്ലാന്ന്. എത്ര നല്ല പെൺകുട്ടി അവള്, എത്ര സിമ്പിൾ ആൻഡ് ഹമ്പിൾ, എത്ര നല്ല ഗുണങ്ങൾ അവൾക്കുള്ളത്. എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആന്റി എന്തിനാ ഇപ്പൊ കരയുന്നേ? പ്രീത, ഇത് ആനന്ദ കണ്ണീരാണ് മോളെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സന്തോഷ വാർത്ത എനിക്ക് ഇത്രയും വേഗം കേൾക്കാനാകുമെന്ന്. നിനക്കറിയോ, വീട്ടിലുള്ളവർ എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു. ഞാൻ എപ്പോഴും അവന്റെ കല്യാണക്കാരെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ്. പക്ഷെ മോളെ, ഞാൻ അവന്റെ അമ്മയല്ലേ. ഞാൻ വിശ്വാസം കൈവിട്ടില്ല. ഇന്നെന്റെ ആ വിശ്വാസമാണ് നീ മൂലം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മോളെ, നീ ചെയ്ത ഈ കാര്യം ഈ വീട്ടിൽ മറ്റാർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതുവരെ. രോഹിതിന്റെ കല്യാണം നടന്ന ഞാൻ നിനക്ക് ഒരു വലിയ ഡയമണ്ട് സെറ്റ് വാങ്ങിത്തരും ആസ് എ ഗിഫ്റ്റ്. അത് വേണ്ട ആന്റി, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആന്റിയുടെ അനുഗ്രഹം മാത്രം മതി. അത് തന്നെ എനിക്ക് ധാരാളം. എന്റെ അനുഗ്രഹം നിന്നോടൊപ്പം എന്നും ഉണ്ടായിരിക്കും മോളെ. പക്ഷെ ഗിഫ്റ്റ് അതാരെങ്കിലും വേണ്ടെന്ന് പറയോ? ഓ, ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാനൊരു കാര്യം മറന്നുപോയി. കാർത്തികയുടെ നിശ്ചയത്തിന് നീ ഒരു സ്പെഷ്യൽ ഡ്രസ് ഇടണോന്ന് അവൾ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി ഞങ്ങളത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ ആന്റി, അതൊന്നും വേണ്ട ആന്റി. മോളെ, ആവശ്യമുണ്ടോ ഇല്ലേ എന്നല്ല, ഗിഫ്റ്റ് ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. ഞാനിപ്പോ എടുത്തോണ്ട് വരാം. എനിക്ക് എന്റെ അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ നിശ്ചയം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ സാലറി അഡ്വാൻസ് ആയിട്ട് ചോദിക്കാമായിരുന്നു.